കോട്ടയത്ത് ലുലുമാൾ തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മ പറയണം കൊച്ചേ നമുക്കൊന്ന് പോകാം അവസാനം അമ്മയുടെ നിർബന്ധം സഹിക്കാനാവാതെ ഞങ്ങൾ കോട്ടയം ലുലുമാളിലൊന്ന് പോയി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ബ്ലോഗൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര പരിചയമില്ല. അമ്മ എക്സ്കലേറ്ററിൽ കയറുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അമ്മ ഞങ്ങൾ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കയറ്റി നിർത്തിയേക്കാണ്. അവിടെ സ്റ്റെപ്പ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു വിധത്തിൽ ഞങ്ങൾ അമ്മയും കൊണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ചെന്നു. സെക്കൻഡ് ഫ്ലോറിൽ ലുലു കണക്ട്, ഫുഡ് കോർട്ട്, ഗെയിമിൻ്റെ സെക്ഷൻ അതൊക്കെയാണ്. അവിടെ പിന്നെ കുറേ കടകളൊക്കെ ഉണ്ട്, കുറേ ഷോപ്പുകളുണ്ട് ചെറുതായിട്ട്. വീണ്ടും അമ്മ എക്സ്കലേറ്ററിലോട്ട് പിടിച്ചുകൊണ്ട് വരാൻ ഞാൻ പോയതാണ്. പക്ഷേ ആൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി ലിഫ്റ്റ് കയറി വന്നു. പിന്നെ ബാഗൊക്കെ ഒന്ന് ടാഗ് ചെയ്തിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തോ ഒരു സാധനങ്ങളായിരിക്കുന്നതിൽ എന്ത് വിലക്കുറവ് നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് നട്ട്സ്, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് നമുക്ക് കൊണ്ടുപോകാൻ പാകത്തിന് മാത്രം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ബേക്കറി സെക്ഷനിൽ കയറിയിട്ട് കുറച്ച് മിക്സറുകൾ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് കൗണ്ടറിൽ വന്നിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ചെല്ലുന്നത്. അപ്പോൾ നല്ല വിശപ്പുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് അവിടുന്ന് തന്നെ പ്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ ബില്ലടിക്കാനായിട്ടിരുന്നു. നല്ല നീണ്ട ക്യൂ ആയിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങളാണ് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബില്ലടിക്കാൻ നല്ല താമസമാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ പോയിട്ട് സ്ഥലമൊക്കെ പിടിച്ചിരുന്നു ആ ഫുഡ് കോർട്ടിൽ. ഇവിടെ നിന്ന് നമുക്ക് ആ റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പാർക്കിങ്ങിനൊക്കെ ഉള്ള ഏരിയ താഴെയുണ്ട്. പിന്നെ നമ്മൾ വന്ന KSRTC ബസ് നേരെ ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും നിർത്തത്തില്ല, അത് കുറച്ച് മുന്നോട്ട് മാറ്റിയാണ് നിർത്തുന്നത്. നമ്മൾ അവിടെ നിന്നൊരു 5 മിനിറ്റ് പുറയിലോട്ട് നടന്നാലാണ് ഈ ലുലുവിലേക്ക് എത്തുന്നത്. മണിപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്താണിത്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തീർന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു ഗെയിമിൻ്റെ സെക്ഷനിലും അതേപോലെ ലുലു കണക്റ്റിലും ഒക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ലുലു കണക്റ്റിൽ ഒരൊറ്റ സെക്ഷനിൽ തന്നെയാണ് അവരുടെ ഇലക്ട്രോണിക് സാധനങ്ങളും അതേപോലെ തന്നെ ഫാഷൻ സ്റ്റോറും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഗെയിമിനൊക്കെ നല്ല പൈസ ആകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഗെയിം കളിക്കാനൊന്നും പോയില്ല. കളിക്കുന്നവരുടെ കളി കണ്ട് ഞങ്ങൾ നിന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഫാഷൻ സ്റ്റോറിലൊക്കെ കയറി വെറുതെ ഒന്ന് ചുറ്റി 50%, 30% ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ താഴെ സാരിയുടെ ഒരു മേള പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് 1000 രൂപയുടെയൊക്കെ മുകളിലുള്ള സാരികളായിരുന്നു. പിന്നെ മക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ഞങ്ങൾ 3-4 ഐസ്ക്രീം വാങ്ങിച്ചു. കുഞ്ഞാറ്റയ്ക്കൊരു കോൺ ഐസ്ക്രീമും ഞങ്ങൾ അല്ലാത്ത സാധാ കുഞ്ഞാറ്റയ്ക്കൊരു ചോക്ലേറ്റിൻ്റെ കോൺ ഐസ്ക്രീം, ഞങ്ങൾ സാധാ വാനിലയാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ നിന്നിട്ടാണ് സാധനം കിട്ടിയത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ അധികം സമയം അവിടെ ചിലവഴിക്കാതെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ബസ്സിന് കയറി വീട്ടിലേക്ക് വന്നു.